ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി புல்லாங்குழல் கொடுத்த மூகிங்களே எங்கள் புருஷோத்தமன் புகழ் பாடுங்களே கண்ணுநீர் துள்ளியே ஸ்ரீயோடு பமிச்ச കാവ്യ ഭാവനേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊല്ലം ശൂനാട് സ്വദേശി പ്രസന്ന ചേട്ടനെ, ഇപ്പോൾ അടുത്ത കാലത്ത് പാട്ടുകൊണ്ട് വൈറലായ പ്രസന്ന ചേട്ടനെ തേടി അദ്ദേഹത്തിന്റെ പാട്ടുവിശേഷങ്ങൾ അറിയാനാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. പ്രസന്ന ചേട്ടാ, നമ്മുടെ വൈറൽ പാട്ടുകാരൻ്റെ വീടാണ്, നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ഈ അടുത്തിടെ വൈറലായ ഹൃദയവാഹിനി എന്നുള്ള പാട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ചേട്ടന്റെ ആ പാട്ട് വളരെ സ്വീകാര്യതയോടുകൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കരുനാഗപ്പള്ളി MLA CR മഹേഷ് ചേട്ടനും ജയകൃഷ്ണൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട് വന്നപ്പോൾ അത് ജനങ്ങളിലേക്ക് ഞങ്ങളൊക്കെ അറിയപ്പെടാതെ പോയ, അല്ലെങ്കിൽ അത്ര ഒരു പ്രശസ്തിയിലേക്ക് ഇല്ലാത്ത ഒരു ഗായകനായിരുന്നു. ഇന്ന് എല്ലാവരും വളരെ സ്വീകാര്യതയോടുകൂടി ആ പാട്ടിനെ നെഞ്ചോട് ചേർക്കുകയും സ്വീകാര്യത നേടുകയും ചെയ്തു. അപ്പൊ ശാസ്ത്രീയമായിട്ട് ഈ സംഗീതം പഠിച്ചിട്ടുണ്ടോ ചേട്ടൻ? ശാസ്ത്രീയമായിട്ട് സംഗീതം ഞാൻ പഠിച്ചിട്ടില്ല. നമ്മള് പണ്ട് മുതലേ സംഗീതം കേട്ട് അഭ്യസിച്ച ഒരു രീതിയാണ് എൻ്റെ. അങ്ങനെ പാട്ടുകളെല്ലാം തന്നെ ഞാൻ 2-3 പ്രാവശ്യം പാട്ടൊന്ന് കേൾക്കും, ആ സെക്കൻഡിൽ തന്നെ പാട്ട് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. അല്ലാതെ ശാസ്ത്രീയമായിട്ട് സംഗീതം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം അന്നേരം ആ സാഹചര്യം, നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പാട്ടുകളെല്ലാം തന്നെ ഞാൻ കേട്ട് പഠിച്ചാണ് പാട്ടുകളെല്ലാം പഠിക്കുന്നത്, എൻ്റെ ഒരു രീതി. പിന്നെ ഭക്തിഗാനമേള, ധാരാളം ഭക്തിഗാന മേളകൾ, ഭാഗവത പാരായണം, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വൈറലാവാൻ കാരണം അതിൻ്റെ യഥാർത്ഥ ആള് നമ്മുടെ ഹരീഷൻ സാറാണ്. അദ്ദേഹം നമ്മുടെ ജയകൃഷ്ണൻ സാറാണ്. നമ്മുടെ ഈ സംസ്കാര സാഹിത്യയുടെ ഒരു പരിപാടിയിൽ നമ്മുടെ UP സ്കൂളിൽ വെച്ച് നടക്കുകയും അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട CR മഹേഷ് MLA അദ്ദേഹം വരികയും അവിടെ വെച്ച് എൻ്റെ പാട്ട് കേൾക്കുകയും പിന്നീട് CR മഹേഷ് സാറിൻ്റെ വീട്ടിൽ വെച്ച് പിന്നെ എൻ്റെ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അറിയാത്ത ഒരു കാര്യമാണ് അന്ന് സംഭവിച്ചത്. അപ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥലത്താണ് ജയകൃഷ്ണൻ സാറും MLAയും വന്ന് എൻ്റെ പാട്ട് ഷൂട്ട് ചെയ്തതും. അങ്ങനെയാണ് ആദ്യത്തെ ഹൃദയവാഹിനി എന്നുള്ള പാട്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ കേൾക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് CR മഹേഷ് സാറിൻ്റെ വീട്ടിൽ സംസ്കാര സാഹിത്യയുടെ ഒരു പുസ്തക വണ്ടി പുറപ്പെടുന്ന ഒരു വാഹനഘോഷയാത്രയിൽ ഞാൻ പങ്കെടുക്കുകയും അവിടെ വെച്ച് എൻ്റെ പാട്ട് സോഷ്യൽ മീഡിയയിൽ മാതൃഭൂമി ചാനലിൽ എൻ്റെ പാട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് ഹൃദയവാഹിനി എന്നുള്ള പാട്ട് ലോകമെമ്പാടും പിന്നെ 15 ലക്ഷത്തിൽ അപ്പുറം ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ആ പാട്ട് വൈറലാവാൻ കാരണം. നമ്മുടെ ഹൃദയവാഹിനി എന്നുള്ള ആ പാടിയ പാട്ട് ഒന്നുകൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാൻ? തീർച്ചയായിട്ടും ആ പാട്ട് ഞാൻ പാടാം. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമമാകാശ
ഗോപുര നിഴലിൽ കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളക്കാഞ്ചികൾ ചിമ്മി കൽപ്പന തൻ കളക്കാഞ്ചികൾ ചിമ്മി ഹൃദയമാകിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി. ചേട്ടൻ അന്ന് ആ ജോലി ചെയ്യുന്ന സൈറ്റിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു വന്നത്. അതെ, അപ്പൊ ആ ജോലിയും ഈ സംഗീതവുമായിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ജോലി സംഗീതം എനിക്ക് പാട്ട് പാടാൻ നേരത്തെ ജോലി ഒരു വിഷയമല്ല. ആ സെക്കൻഡ് നമ്മൾ പാട്ട് പാടുന്നതായിരിക്കും. അങ്ങനെ സംഗീതം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അന്നേരം ജോലിയുടെ തിരക്കിലായാലും ശരി, നമ്മുടെ കൂട്ടുകാർ ബാക്കിയുള്ള ജോലിക്കാരായാലും ശരി, അന്നേരം ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ പാടുന്നതായിരിക്കും. അങ്ങനെ ഈ സംഗീതം ജോലിയിൽ ഒരു ഭാരമല്ല. എപ്പോഴും ഏത് ഉറക്കത്തിലായാലും ശരി, പിന്നെ പാട്ട് പാടാൻ പറഞ്ഞ് നമ്മൾ പാട്ട് പാടുന്നതായിരിക്കും. അങ്ങനെ സംഗീതം പിന്നെ ജോലിയിൽ ഒരു ഘടകമല്ല. ആയതുകൊണ്ട് സംഗീതം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ കൂടുതലും കേട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേട്ട് പഠിച്ച പാട്ടുകളാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. ചേട്ടൻ ഭാഗവത പാരായണത്തിനും തികഞ്ഞൊരു ഭക്തനും ഒരു ഭക്തിഗാന സ്തുതിയിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. അതെ, അപ്പൊ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഭക്തിഗാനം ഒന്ന് ആലപിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഭക്തിഗാനമേളകളിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്നത് തമിഴ് ഭക്തിഗാനങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം, ഒരു തമിഴ് ഭക്തിഗാനം ഞാൻ പാടാം. കട്ട് ചെയ്തിട്ടെടുക്കാം. புல்லாம் குழல் கொடுத்த மூகிங்களே, எங்கள் புருஷோத்தமன் புகழ் பாடும் கிளே. புல்லாங்குழல் கொடுத்த மூகிங்களே, எங்கள் புருஷோத்தமன் புகழ் பாடும் கிளே. வந்தாடும் கங்கை மலர் தோட்டங்களே, என் மதுசூதனன் புகழ் பாடும் கிளே. வந்தாடும் கங்கை மலர் தோட்டங்களே, எங்கள் மதுசூதனன் புகழ் பாடும் கிளே. புல்லாங்குழல் கொடுத்த மூகிங்களே, எங்கள் புருஷோத்தமன் புகழ் பாடுங்களே. ഓക്കെ, ഓക്കെ ഓക്കെ. பானுநீர் மழை சொரியும் மேகங்களே, எங்கள் பரந்தாமல் மெய்யழகு பாடுங்களே. பனுநீர் மழை சொரியும் மேகங்களே, எங்கள் பரந்தாமல் மெய்யழகு பாடுங்களே. தென்றல் கொடி தென்றல் தரும் ராகங்களே, தென்றல் கொடி தென்றல் தரும் ராகங்களே, எங்கள் ஸ்ரீ கிருஷ்ணமூர்த்தி புகழ் பாடுங்களே. உள்ளாம் குழல் கொடுத்த மூழிங்களே, எங்கள் புருஷோத்தமன் புகழ் പാടുங்களേ. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു പാട്ടിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുകയും ഇനി എന്താണ് മനസ്സിലുള്ള എല്ലാ ഗായകരെയും പോലെ ഒരാഗ്രഹം എന്താണെന്നുള്ളത് പ്രേക്ഷകർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായകനായിട്ട് മാറണമെന്നൊരു ആഗ്രഹമുണ്ട്. കൂടാതെ എനിക്ക് എൻ്റെ ഈ ഒരു ഒറ്റ പാട്ടിലൂടെ വൈറലായ CR മഹേഷ് MLAയ്ക്കും കൂടാതെ ജയേഷൻ സാറിനും ഞാൻ എൻ്റെ
ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എനിക്ക് ഈ ഒരു പാട്ടിലൂടെ എനിക്ക് ചെയ്യാത്ത ഈ ജോലി വരെ എന്നെ കൊണ്ട് പിന്നെ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ 3-4 പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ പതാരം മാമ്പള്ളി മുക്കിലെ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലും വളരെയേറെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഉദ്ഘാടനം. അങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങും എനിക്ക് ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടു ഭമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടു ഭമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പാട്ടിന്റെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.